Hi friends, welcome back to my channel Vasuj Creation. Vasuj വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി അടിപൊളി 3 തരം സദ്യ വിഭവങ്ങളാണ്. പാലക്കാടൻ സ്പെഷ്യൽ അടിപൊളി ഒരു അവിയലും അതുപോലെ തന്നെ വറുത്തരച്ച സാമ്പാറും നമ്മൾ ഒരു അടിപൊളി സേമിയ പായസം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ പാലക്കാട് വിഭവങ്ങൾ ഞാൻ ഇതിനു മുന്നായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടുകറി, അതുപോലെ തന്നെ പച്ചടി, പായസം വെറൈറ്റികൾ, അതുപോലെ ഇഞ്ചിപ്പുളി, അതുപോലെ തന്നെ എല്ലാ വെറൈറ്റികളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ അടിപൊളി ഹാപ്പി ഓണം ഓൾ ഓഫ് യു. അപ്പോൾ വീഡിയോ കണ്ടു. ഫസ്റ്റ് റെസിപ്പി പാലക്കാട് സ്പെഷ്യൽ അടിപൊളി അവിയലാണ്. അതിനുള്ള വെജിറ്റബിൾസ് എല്ലാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കഷ്ണങ്ങളെല്ലാം മുറിച്ച് മാറ്റി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചേന നല്ല വേവുള്ള ചേന, ഫസ്റ്റ് വേവുള്ള ചേന നന്നായിട്ട് ഫസ്റ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3 പച്ചമുളക്, ഒരു 2-3 ടീസ്പൂൺ നമ്മൾ തൈരും കൂടെ ചേർത്ത് അരപ്പ് അരച്ചെടുക്കാം. അരപ്പ് അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് അരച്ചെടുക്കാൻ പാടില്ല. ഒരു മീഡിയം സൈസ് അരയിലുണ്ടല്ലോ, ഒന്ന് ചതച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അധികമായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് അരിഞ്ഞാൽ അവിയലിൻ്റെ ടേസ്റ്റ് പോവും. പിന്നെ വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കുമ്പോൾ വേവ് നോക്കിയ ശേഷം 2 പ്രാവശ്യമായിട്ട് വേവിക്കുക. ഫസ്റ്റ് ചാനലിൽ വേവുള്ള ഐറ്റംസൊക്കെ ഇട്ട് വേവിച്ചെടുക്കുക. ചേന പോലുള്ള ഐറ്റംസൊക്കെ അത് മാത്രം നന്നായിട്ട് വേവുള്ളൂ. അപ്പോൾ ഉപ്പിടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ചേനയിൽ ഫസ്റ്റ് തന്നെ ഉപ്പിടുകയാണെങ്കിൽ ചേന വേവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഉപ്പിട്ട് കൊടുക്കരുത്. അപ്പോൾ ചേന ഒരു ഹാഫ് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ക്യാരറ്റ്, അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായ, കുമ്പളങ്ങ, ബീൻസ്, നമ്മൾക്ക് അവയിലിന് വേണ്ട എല്ലാ പച്ചക്കറികളും നമ്മൾ നീളത്തിൽ അരിഞ്ഞ് ഇതുപോലെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് കുക്കായി വരുന്ന സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുത്തോ. തേങ്ങ അതുപോലെ തന്നെ നമ്മൾക്ക് ചേനയുടെ വേവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. തേങ്ങ അതുപോലെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഒരു മീഡിയം സൈസായിട്ട് മീഡിയമായിട്ട് നമ്മൾ അരച്ചാൽ മതി. ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളതുപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ ഒരുവിധം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഒരു ലിഡിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോഴാണ് ഈ അരപ്പ് മുഴുവനായിട്ട് നമ്മുടെ വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കയറി ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ അവിയലിന്. അതിനായിട്ടാണ് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമ്മൾക്ക് ഇതിലുള്ള ആ തേങ്ങ ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം വരുമല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോഴാണ് അവിയൽ നല്ലൊരു പരുവമാവുള്ളൂ. പാലക്കാടൻ അവിയൽ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് അവിയലായിരിക്കും. ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് കട്ടിയായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കേണ്ട, ഒരു മീഡിയം സൈസ് പുളി മതിയാവും. അപ്പോൾ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിയിൽ അടിച്ച് ചേർക്കാൻ പാടില്ല. മിക്സിയിൽ അടിച്ച് ചേർത്താൽ അവിയൽ ഒന്നും കൂടി വെള്ളമായി പോവും. അതുകൊണ്ട് നമ്മൾ കട്ടയിൽ തൈരാണെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് നമ്മൾ ഉടച്ച് കൊടുത്ത ശേഷം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ ഇവിടെ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും കറി തിളയ്ക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തൈരും കൂടെ ചേർത്ത് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾക്ക് കറി ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ കടുക് വറുക്കലും കാര്യങ്ങളൊന്നും അവിയലിനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുത്ത് അതിലേക്ക് നമ്മൾ കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്രയാണ് അവിയലിനുള്ള പ്രിപ്പറേഷനിൽ നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുകയുള്ളൂ എണ്ണ. അത്രമാത്രം മതിയാവും. നല്ലൊരു ഹെൽത്തിയായ
അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് പാലക്കാടൻ അവിയൽ, വെള്ള അവിയൽ. ട്രൈ ചെയ്തിട്ട് ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓണമൊക്കെ വരികയല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല മണമായിരിക്കും ഈ സമയത്ത്. നല്ല ടേസ്റ്റിയാണ് കറി. എന്തായാലും ഒരു തവണ ഇതുപോലുള്ള അവിയൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഓണത്തിന് വെറൈറ്റി പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ അവിയൽ ഏത് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ആ കാര്യം വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടിപൊളി കിടക്കാച്ചി അവിയൽ കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി കാണാം. രണ്ടാമതായി നമുക്ക് സാമ്പാർ റെഡിയാക്കി എടുക്കാം. നല്ല പാലക്കാടൻ സദ്യ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാറാണിത്. ഇതിൻ്റെ ഫുൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും നല്ല റെസിപ്പി വേണമെന്നുള്ള ആഗ്രഹമുള്ളവർ ഒന്ന് കയറി കണ്ടോളൂ. ഞാൻ എങ്കിലും പറയാം. തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾസ് എല്ലാം നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്, പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒരു കുക്കറിൽ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുക, കൂടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തേങ്ങ വറുത്തരച്ച വീഡിയോ ഇട്ടിട്ടുണ്ടോ. അപ്പോൾ അതിൽ വറ്റൽമുളക്, കായം, അതുപോലെ തന്നെ ഉലുവ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വറുത്തെടുത്തത്. അതിൻ്റെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് വരുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ആ സമയത്ത് നമ്മൾ പുളിയാണ് നമ്മൾ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. പുളിയും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ കൂടെ ചേർത്ത് നമ്മൾക്ക് ചേർത്ത് കൊടുത്ത് നല്ലൊരു അടിപൊളി സാമ്പാർ റെഡിയാക്കുക. സാമ്പാർ റെസിപ്പി നല്ലൊരു സാമ്പാറാണ്, അടിപൊളി സാമ്പാറാണ്, വറുത്തരച്ച സാമ്പാർ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയാതിരിക്കുന്നത്. അപ്പോൾ സാമ്പാർ റെസിപ്പി കാണണമെന്നുള്ളവർ ചാനലിൽ തന്നെ നമ്മൾ മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോ. അപ്പോൾ അതുകൊണ്ട് വെറുതെ അത് പിന്നെ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സാമ്പാർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല അടിപൊളി എമ്മി ആയിട്ടുള്ളൊരു സാമ്പാറാണിത്, പാലക്കാടൻ സാമ്പാർ. അപ്പോൾ നമുക്ക് തേങ്ങ വറുക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് കുറച്ച് ഒരു പണി ഉള്ളൂ. ആ വറുക്കുന്ന സമയത്ത് നമ്മൾ വറ്റൽമുളക്, കായം, കുരുമുളക്, ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, മല്ലി, അതുപോലെ തന്നെ ചട്നി കടല ഉണ്ടല്ലോ അത്, പിന്നെ കായം എല്ലാം ചേർത്ത് പിന്നെ കറിവേപ്പില എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കടുക് വറുത്ത് കോരി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ കടുക് വറുക്കുന്ന സമയത്ത് വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നമ്മൾ കടുക് വറുത്ത് കോരും. അപ്പോൾ അത്രയാണ് നമ്മുടെ പാലക്കാടൻ സദ്യ സ്പെഷ്യൽ സാമ്പാറിൻ്റെ റെസിപ്പി നമ്മൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഷോർട്ടായിട്ട് പറഞ്ഞ വീഡിയോ ലെങ്ത് അധികം ആവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അടിപൊളി എമ്മി ആയിട്ടുള്ളൊരു സാമ്പാറാണിത്, നല്ല സ്പെഷ്യൽ സാമ്പാറാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ഉണ്ട് കഴിക്കുമ്പം. അപ്പോൾ ചോറിനാണെങ്കിൽ നല്ല ഉച്ചയ്ക്ക് സാമ്പാറും അതുപോലെ തന്നെ സദ്യക്കൊക്കെ അടിപൊളി സാമ്പാറാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു രസം കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സദ്യ കഴിഞ്ഞാൽ നമുക്ക് ദോശയ്ക്കാണെങ്കിൽ ഇഡ്ഡലിക്കാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പി കാണാം. നമ്മുടെ അടുത്ത റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള സേമിയ പായസമാണ്. സേമിയ പായസം തയ്യാറാക്കാനായിട്ട് നമ്മൾ മുന്തിരി, അണ്ടിപ്പരിപ്പ് ഒന്ന് നെയ്യ് ഒഴിച്ച് കൊടുത്ത് പാനിൽ നെയ്യ് ഒഴിച്ച് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്ത ശേഷമാണ് നമ്മുടെ സേമിയ നന്നായിട്ട്, വലിയ സേമിയ ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്ത ശേഷം നമ്മൾക്ക് മുന്തിരിയും ഇതും വറുത്തെടുത്ത ശേഷം നമ്മൾക്ക് സേമിയ കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സേമിയ വറുക്കുന്ന സമയത്ത് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. പിന്നെ നല്ല റെഡ് കളറിൽ വറുത്തെടുത്താൽ മാത്രമാണ് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സേമിയ വറുക്കുമ്പോൾ കരിയാനും പാടില്ല, ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ റെഡ് കളറിൽ ആവണത് വരയ്ക്കും നമുക്ക് സേമിയ വറുത്തെടുക്കുകയും ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ എന്താ കണ്ടില്ലേ, നല്ല റെഡ് കളറിൽ ആവണം, മൊരിഞ്ഞ് നല്ല ഇതാവണം. അപ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളപ്പോൾ എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക.
പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ യാതൊരു കാരണവശാലും ഇപ്പോൾ പഞ്ചസാര ചേർക്കാൻ പാടില്ല. പാല് ചേർത്ത് കൊടുക്കണം. പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മൾക്ക് ജവ്വരി ഒന്ന് ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ ജവ്വരി ചേർത്തിട്ടില്ല. ജവ്വരി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഈ വേകാൻ വെക്കുന്ന ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ജവ്വരി ചേർത്താലും ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ പ്ലെയിനായിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല കോംബോ ആയിരിക്കും. നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അതിന് രണ്ടിനും ജവ്വരിയും സേമിയുള്ള പായസം നല്ല ടേസ്റ്റാണ്. ഈ സിംഗിളായി വെക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പാലിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പഞ്ചസാര, ഇപ്പോഴാണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഷുഗറും കൂടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ അടിപൊളി പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പായസവും റെഡി ആയിട്ടുണ്ട്. അവിയലും നമ്മൾ കൂട്ടുകറി അതുപോലെ തന്നെ പച്ചടി അതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ഇട്ടത് കൊണ്ടാണ് ഇതിൽ ഉൾക്കൊള്ളിക്കാത്തത്. പിന്നെ നമ്മൾ അടിപൊളി രസം ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് രസവും അതുപോലെ തന്നെ നമ്മുടെ സദ്യക്ക് ആവശ്യമില്ല 1-2 വട്ടം കറിക്കൂട്ടങ്ങൾ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലുള്ള അടിപൊളി സിമ്പിളും അതുപോലെ തന്നെ ടേസ്റ്റിയുമായ ഹെൽത്തിയായ അടിപൊളി റെസിപ്പീസ് ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക്സ് ഫോർ വാച്ചിങ്.